കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് അസുഖങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് മീസിൽസ്, റുബെല്ല, മംസ്, ഇൻഫ്ലുവൻസ, ഡിഫ്തീരിയ, വൂപ്പിംഗ് കഫ്, അതേപോലെ തന്നെ മെനഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ്. ഇത്രയും അസുഖങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം വരുന്നത് മീസിൽസ് ആണ്. മീസിൽസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. മീസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമുക്ക് എല്ലായിടത്തും പലതരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അസുഖമാണ് മീസിൽസ്. ഓക്കെ, അപ്പം ഈ നമുക്ക് അതിൻ്റെ മറ്റൊരു പേരാണ് ഇപ്പം റുബിയോള എന്നൊരു പേരിലും കൂടി മീസിൽസ് അറിയപ്പെടും. അപ്പോൾ മീസിൽസിൻ്റെ മറ്റൊരു പേരാണ് റുബിയോള എന്നൊരു പേര്. നമുക്കിപ്പം ഈ സാധാരണയായിട്ട് ഇപ്പം നാടുകൾ പല സ്ഥലങ്ങളിലും ഇപ്പം അഞ്ചാം പനി, അതേപോലെ തന്നെ അത്തരത്തിലുള്ള പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്. മണ്ണൻ എന്ന് പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ, പൊങ്ങൻ പനി, അത്തരത്തിലൊക്കെ നമ്മുടെ ശരീരത്തിൽ മണൽ വിതറിയ പോലെ ആണ് ഈ അസുഖത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അത് കാണപ്പെടുന്നത്, അത് നമുക്ക് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ കണ്ടാൽ തന്നെ നമുക്കത് മീസിൽസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മീസിൽസിൻ്റെ അടിസ്ഥാനമായിട്ട് എന്തൊക്കെയാണ് അറിയേണ്ടത്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് പറയുന്നത് ഇപ്പം നോട്ടുകളിൽ കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കി പോകണം. Acute highly infectious disease of childhood caused by a specific virus of the group of myxovirus. myxovirus ആണ് മീസിൽസിൻ്റെ കാരണമായിട്ടുള്ള വൈറസുകൾ പറഞ്ഞാൽ ആ ഗ്രൂപ്പിനെ പറയുന്നതാണ് myxovirus എന്ന് പറയും. ഇനി അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ക്ലിനിക്കലി ക്യാരക്ടറൈസ്ഡ് ബൈ ഫീവർ ആൻഡ് catarrhal symptoms on the upper respiratory tract, കൊറൈസ, കഫ്, ഫോളോഡ് ബൈ ദി ടിപ്പിക്കൽ റാഷോട് കൂടിയിട്ടുള്ള എന്തുണ്ടാവും, ചുമയുണ്ടാവും, അതുപോലെ തന്നെ പനി ഉണ്ടാവും. ഈ പനിയോട് കൂടി തന്നെയാണ് ഈ റാഷസും എല്ലാം ഉണ്ടാവുന്നത്. ആ റാഷസിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കിനി അടുത്ത കൂടെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ വൈറസിൻ്റെ ഇത് പറഞ്ഞാൽ മിക്സോവൈറസ് ആണ്, ഗ്രൂപ്പ് ഓഫ് വൈറസ് ആണ് റുബിയോള അല്ലെങ്കിൽ മീസിൽസിന് കാരണമാകുന്നത്. നമുക്ക് ഇനി അതിൻ്റെ മീസിൽസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. മോർബിഡിറ്റി അതുപോലെ തന്നെ മോർട്ടാലിറ്റിയൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഒരുപാട് ഇതേപോലെ കേസുകളും അതിൻ്റെ ഭാഗമായിട്ടുള്ള മോർബിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു അസുഖമാണ്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് മീസിൽസ്. അപ്പോൾ ഇനി എന്താ പറയുന്നത്, മീസിൽസ് ഒക്കേഴ്സ് ഓൺലി ഇൻ ഹ്യൂമൻസ്, ദർ ഇസ് നോ അനിമൽ റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ. മനുഷ്യരിൽ മാത്രമാണ് ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അത് ഈ അസുഖത്തിൻ്റെ റിസർവയറായിട്ട് അനിമൽസ് ഒന്നും കാണപ്പെടുന്നില്ല, മനുഷ്യരിൽ മാത്രമാണ് ഈ അസുഖം കാണപ്പെടുന്നുള്ളൂ. എപ്പോഴാണ് അതിൻ്റെ സീസൺ എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, അതിൻ്റെ ഒക്കറൻസ് എപ്പോഴാണ്? മീസിൽസ് ഒക്കറൻസ് ത്രൂ ഔട്ട് ദി വേൾഡ്. എവിടേക്കാണ് ഉണ്ടാവുന്നത്? ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും മീസിൽസ് അസുഖം കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ മനുഷ്യനാണ്, ഹ്യൂമനാണ് അതിൻ്റെ റിസർവയർ. There is no non-animal reservoir and an asymptomatic carrier state has not been documented. ഇല്ലേ, നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യർ മാത്രമാണ് ഈ മീസിൽസ് അസുഖത്തിൻ്റെ റിസർവയറായിട്ട് വരുന്നുള്ളൂ. ഇനി അതിൻ്റെ ട്രാൻസ്മിഷൻ, നമ്മൾ ഓരോ അസുഖങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ വൈറസ് ഏതാണെന്ന് പഠിക്കണം, അതിൻ്റെ റിസർവയർ പഠിക്കണം, എപ്പോഴാണ് ഏതെല്ലാം ഭാഗങ്ങളിലാണോ അത് ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ ട്രാൻസ്മിഷൻ പഠിക്കണം കൃത്യമായിട്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു അസുഖം മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് മീസിൽസ് വരുന്നത് റെസ്പിറേറ്ററി എയർബോൺ, റെസ്പിറേറ്ററി ഇൻഫെക്ഷനിലാണ് വരുന്നത്, അതിൽ എയർബോൺ ആണ്. എങ്ങനെയാണ് ഈ എയറോസോളിസ്ഡ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ഹാസ് ബീൻ ഡോക്യുമെന്റഡ് ഇൻ ക്ലോസ് ഏരിയാസ്. എവിടെയാണ് വരുന്നത്? ഇപ്പം നമ്മളിപ്പോൾ മനസ്സിലായി, ഇപ്പോൾ റെസ്പിറേറ്ററി ട്രാക്റ്റിലാണ് ഇത് ഫസ്റ്റിലെ ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അത് ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ വഴി നമുക്ക് എവിടെ വെച്ചൊക്കെ എല്ലാം സംഭവിക്കാം. നമ്മളിപ്പോൾ ഓഫീസിൽ വെച്ച് സംഭവിക്കാം, അതേപോലെ തന്നെ എക്സാം റൂമിൽ വെച്ച് സംഭവിക്കാം. ഫോർ അപ് ടു 2 hours ആഫ്റ്റർ എ പേഴ്സൺ വിത്ത് മീസിൽസ് ഓക്യുപ്പൈഡ് ഇൻ ഏരിയ. ഒരു മീസിൽസ് ബാധിച്ച ഒരാൾ അവിടെ വന്ന് 2 മണിക്കൂറിനുള്ളിൽ പോലും 2 മണിക്കൂർ വരെയൊക്കെ ആ ഒരു വൈറസിൻ്റെ സാധ്യത ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 മണിക്കൂർ ആഫ്റ്റർ 2 hours 2 മണിക്കൂർ കഴിഞ്ഞാലും അവിടെ ആ വൈറസിൻ്റെ സാധ്യത കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് റെസ്പിറേറ്ററി എയർബോൺ ഇൻഫെക്ഷനിലാണ്, എയർബോൺ ട്രാൻസ്മിഷനാണ് വരുന്നത്, റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ് വരുന്നത്. ഇനി അതിൻ്റെ ടെമ്പറൽ പാറ്റേണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പീക്ക് ഇൻ ലേറ്റ് വിൻ്റർ ടു സ്പ്രിങ്,
അതിൻ്റെ ഒരു പീക്ക് ടൈമാണ് പറയുന്നത് വിൻ്റർ ടു സ്പ്രിങ്. ഈ സമയത്താണ് മീസിൽസിൻ്റെ പീക്ക് ടൈം എന്ന് പറയുമ്പോൾ. ഇനി കമ്മ്യൂണിക്കബിലിറ്റിയിലേക്ക് പോവാം. കമ്മ്യൂണിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് 4 days ബിഫോർ ടു 4 days ആഫ്റ്റർ റാഷ് ഓൺസെറ്റ്. ഈ റാഷ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു റാഷ് വരുന്നത്. ഇപ്പോൾ റാഷ് വരുന്നതിൻ്റെ 4 ദിവസം മുന്നേയും റാഷ് വന്നിട്ട് 4 ദിവസത്തിന് ശേഷമാണ് ഈ അസുഖത്തിൻ്റെ കമ്മ്യൂണിക്കബിലിറ്റി വരുന്നത്. മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള സമയമാണ് കമ്മ്യൂണിക്കബിലിറ്റി പറയുമ്പോൾ. അപ്പം 4 days ബിഫോർ റാഷ് ആൻഡ് 4 days ആഫ്റ്റർ റാഷ് ഓൺസെറ്റ്. റാഷസ് വരുന്നതിൻ്റെ 4 ദിവസം മുന്നേയും അതേപോലെ തന്നെ റാഷസ് വന്നിട്ട് 4 ദിവസത്തിന് ശേഷവും ആഫ്റ്റർ ഓൺസെറ്റ് റാഷ് ഓൺസെറ്റ് 4 ദിവസത്തിന് ശേഷവുമാണ് ഇതിൻ്റെ ഹൈ ലെവൽ കമ്മ്യൂണിക്കബിലിറ്റി ഉണ്ടാവുക. ഓക്കെ, ഇനി എപ്പോഴാണ് ഇത് കുറയുന്നത്? കമ്മ്യൂണിക്കബിലിറ്റി ഡിക്ലൈൻ റാപ്പിഡ്ലി ആഫ്റ്റർ ദി അപ്പറൻസ് ഓഫ് റാഷ്. The period of communicability is approximately 4 days before and 4 days after appearance of rash. നേരത്തെ പറഞ്ഞു measles is highly infectious during the predominant period at the time of eruption. എന്താണ് പ്രൊഡോമിനൽ പീരീഡ് എന്ന് പറയുമ്പോൾ? എന്താണ് ഇതിൻ്റെ എറപ്ഷൻ എന്ന് പറയുമ്പോൾ ആ സ്റ്റേജ് ഇത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടാണ് വരുന്നത്. പ്രൊഡോമിനൽ പീരീഡ് ആൻഡ് ദി ടൈം ഓഫ് എറപ്ഷൻ, ഈ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ഭീകര അവസ്ഥ എന്നൊക്കെ പറയില്ല. ഇപ്പോൾ മിസിൽസിൻ്റെ ഒക്കെ ഓരോ അസുഖത്തിൻ്റെ ഒരു ഭീകര അവസ്ഥ ഉണ്ടാവും. ചിലപ്പം നമുക്കത് കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അഗ്ലി ലുക്കൊക്കെ ആണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കബിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ്: 4 days ബിഫോർ ടു 4 days ആഫ്റ്റർ റാഷ് ഓൺസെറ്റ്. അതാണ് മീസിൽസിൻ്റെ കമ്മ്യൂണിക്കബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ന്യൂട്രീഷൻ ലെവലിലേക്ക് പോകുമ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോവാം. മീസിൽസ് ടെൻഡ് ടു ബി വെരി സിവിയർ ഇൻ malnourished ചൈൽഡ് carrying a mortality up to 400 times higher than well nourished children having measles. കുട്ടികളിൽ ഇപ്പോൾ മാൽ ന്യൂട്രീഷൻ എന്ന് പറയില്ലേ, ഇപ്പോൾ പോഷകക്കുറവുള്ള കുട്ടികളിലാണ് ഇത് മീസിൽസ് ഏറ്റവും കൂടുതൽ ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 400 മടങ്ങ് ഇരട്ടി സീരിയസ് ആവാനും അതേപോലെ തന്നെ മരണനിരക്ക് കൂടാനും സാധ്യതയുള്ളത് ഇത്തരത്തിലുള്ള കുറവുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത്. മരണസംഖ്യ അതിൻ്റെ ആ ഒരു നമ്പേഴ്സ് കൂടാൻ സാധ്യത വരുന്നത്. ദിസ് മേ പോസിബിളി ബി റിലേറ്റഡ് ടു പുവർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് സെക്കൻഡറി ടു മാൽന്യൂട്രീഷൻ. ഓക്കെ, അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി, അവരുടെ പ്രതിരോധ ശേഷി എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഈ മീസിൽസ് സീരിയസ് ആവാനും മരണനിരക്ക് കൂടാനും സാധ്യതയുണ്ട്. ഇനി എന്താ പറയുന്നത്? ഈവൻ ഇൻ ഹെൽത്തി ചൈൽഡ് ആൻ അറ്റാക്ക് സിവിയർ മീസിൽസ് മേ ബി ഫോളോഡ് ബൈ വെയിറ്റ് ലോസ് പ്രസിപിറ്റേറ്റിംഗ് ദി ചൈൽഡ് ഇൻ ടു മാൽന്യൂട്രീഷൻ. ഇതിപ്പോൾ അസുഖം വന്നാൽ തന്നെ, ഇപ്പോൾ മീസിൽസ് വന്നാൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിക്ക് പോലും ആ കുട്ടിയെ വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വെയിറ്റ് ലോസ് വരും. പിന്നെ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ മാൽന്യൂട്രീഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള അവരുടെ വെയിറ്റ് കുറയാനും അതേപോലെ തന്നെ അവരുടെ പോഷകങ്ങൾ ശരീരത്തിൽ കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, transmission occurs directly from person to person mainly by droplet infection and droplet nuclei. ട്രാൻസ്മിഷൻ്റെ കാര്യമാണ് പറഞ്ഞത്, നമ്മൾ ഫസ്റ്റിൽ അത് പഠിച്ചു, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ട്രാൻസ്മിഷൻ പറയുന്നത് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വഴിയാണ്, പേഴ്സൺ ടു പേഴ്സൺ ആണ് വരുന്നത്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പഠിക്കാനുള്ളത് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ് പീരീഡ് പറയുന്നത്? ഇൻക്യുബേഷൻ പീരീഡ് ഈസ് കോമൺലി 10 days ഫ്രം എക്സ്പോഷർ ടു ഓൺസെറ്റ് ഓഫ് ഫീവർ ആൻഡ് 14 days ടു അപ്പിയറൻസ് ഓഫ് റാഷ്. 10 ദിവസം 10 days ഫ്രം എക്സ്പോസ് ടു ഓൺസെറ്റ്, 10 ദിവസം മുതൽ 14 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയാം, ഇൻക്യുബേഷൻ വരുമ്പോൾ 10 to 14 days ആണ് മീസിൽസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം നമ്മൾ ഫസ്റ്റ് പഠിച്ചു, മെക്സോ വൈറസ് പഠിച്ചു. അതിൻ്റെ കോസറ്റീവ് ഓർഗൻ കറക്റ്റായിട്ട് പറയുമ്പോൾ RNA പാരാമെക്സോ വൈറസ് ആണ് മിസിൽസിൻ്റെ കോസറ്റീവ് ഓർഗാനിസം ആയി വരുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് 10 to 14 days. ഇനി അതിൻ്റെ സിംറ്റംസിലേക്ക് വരുമ്പോൾ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഹൈ ഫീവർ,
ഹൈ ഫീവർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ചുമ, റണ്ണി നോസ് ആൻഡ് റാഷ് ആൾ ഓവർ ദി ബോഡി. പനി ഉണ്ടാവും, അതേപോലെ തന്നെ ചുമ, മൂക്കൊലിപ്പ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റാഷസുകൾ ശരീരത്തിൽ മൊത്തം ഈ മണൽ വിതറിയ പോലെ റാഷസുകൾ ഉണ്ടാവും. ഇനി അതിൻ്റെ കുറച്ചും കൂടി അതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോപ്ലിക് സ്പോട്ട് ദെൻ റാഷ്. കോപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നാവിൽ ഒരു പ്ലാക്ക് പോലെ ഉണ്ടാവും, അതിനെ ഒരു സ്പോട്ടുകളാണ്, അതിനാണ് പറയുന്നത് കോപ്ലിക് സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അത് മീസിൽസിൻ്റെ മാത്രം പ്രത്യേകതയാണ്. റാഷസ് ഈസ് ഡസ്കി റെഡ് കളർ. റാഷസ് വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പോൾ ഈ മണൽ വിതറിയ പോലെ ഉള്ള റാഷസുകൾ ഉണ്ടാവും, അതൊക്കെ ഡസ്കി റെഡ് കളറായിട്ട് വരും, ചുവന്ന കളറിൽ, നല്ല ഒരു തിണർപ്പുകൾ ചുവന്ന കളറിലുണ്ടാവുക. റാഷ് ഫസ്റ്റ് റിട്രോ ഓരിക്കുലാർ. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഡയേറിയ. അതിന് കോംപ്ലിക്കേഷൻ വരുന്നത് ഡയേറിയയാണ്. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ചിൽഡ്രൻസിലേക്ക് വരുമ്പോൾ ഒട്ടൈറ്റിസ് മീഡിയ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, കുട്ടികൾ വരുന്ന മീസിൽസ് ബാധിച്ച കുട്ടികളിൽ വരുന്ന കോംപ്ലിക്കേഷനാണ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറഞ്ഞ അവസ്ഥയാണ് മീസിൽസിൻ്റെ കോംപ്ലിക്കേഷൻ കുട്ടികളിൽ വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഇപ്പോൾ ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചുമയുണ്ടാവും, പനി ഉണ്ടാവും, കണ്ണുകളിൽ ചുവപ്പ് നിറം ഉണ്ടാവും, പിന്നെ നമുക്ക് ലൈറ്റിലേക്കൊക്കെ വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ശരീരവേദന, മസിൽസ് പെയിൻ ഉണ്ടാവും, തൊണ്ടവേദന ഉണ്ടാവും. ഇപ്പം നേരത്തെ കോംപ്ലിക് സ്പോട്ട് പറഞ്ഞില്ലേ, ഒരു ചാരനിറത്തിലും വെള്ള നിറത്തിലും കൂടി മിക്സ് ആയിട്ടുള്ള തരത്തിലുള്ള കുരുക്കളാണ്, അതിനാണ് നമ്മൾ കോംപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത്. ആ കുരുക്കളുണ്ടാവും, വയറിളക്കം, ഛർദി, ഇത്രയൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. ഇനി സോഴ്സ് എങ്ങനെ, മീസിൽസിൻ്റെ സോഴ്സിലേക്ക് വരുമ്പോൾ അത് ആ ഒരു കേസിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ സോഴ്സ് പകരുന്നത്. സ്പ്രെഡിങ് നമ്മൾ നോക്കി, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് അതിൻ്റെ സ്പ്രെഡിങ് നടക്കുന്നത്. ഇനി പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി, അതും നേരത്തെ നമ്മൾ നോക്കിയതാണ്. 4 days ബിഫോർ ആൻഡ് 4 days ആഫ്റ്റർ ദി ഓൺസെറ്റ് ഓഫ് റാഷ്. ഇത് 4 ആണ്, 4 days ആഫ്റ്റർ ദി അപ്പിയറൻസ് ഓഫ് റാഷ്. ഇനി അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിലേക്ക് വന്നാൽ സീസണാലിറ്റി എങ്ങനെയാണ്? വിൻ്റർ ആൻഡ് ഏർലി സ്പ്രിങ്, ജനുവരി ടു ഏപ്രിൽ മാസങ്ങളിലാണ്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക, ജനുവരി ടു ഏപ്രിൽ മാസങ്ങളിലാണ് മീസിൽസ് പകരാൻ സാധ്യതയുള്ള സമയം. അതിന് കൊടുക്കുന്ന വാക്സിൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ടല്ലേ, ഇപ്പം ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിനകത്ത് കൊടുക്കുന്നത് തന്നെയാണ്. അപ്പം അതിൻ്റെ വാക്സിൻ ലൈവ് ആറ്റിനേറ്റഡ് വാക്സിനാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പോകണം. ഓക്കെ, നമ്മളിപ്പോൾ മീസിൽസിൻ്റെ പ്രധാനമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നോക്കി. അടുത്തത് വരുന്നത് റുബെല്ല ആണ്. അത് നമുക്ക് ജർമ്മൻ മീസിൽസ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്ന അസുഖമാണ് റുബെല്ല അസുഖം. ജർമ്മൻ മീസിൽസ് എന്നും പറയും. അതിൻ്റെ വൈറസ് പറയുമ്പോൾ പോസിറ്റീവ് ഓർഗൻസും വരുന്നത് റുബെല്ല വൈറസ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 14 to 21 days ആണ്. ജർമ്മൻ മീസിൽസ് റുബെല്ല എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് 14 to 21 days ആണ്. ഇനി സോഴ്സിലേക്ക് വരുമ്പോൾ ക്ലിനിക്കൽ ഓർ സബ് ക്ലിനിക്കൽ കേസ് ഓഫ് റുബെല്ലയുടെ തന്നെ ക്ലിനിക്കൽ കേസോ അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ കേസുകളാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് റുബെല്ലയ്ക്ക് വരുന്നത്. ഇനി റിസർവോയർ ഹ്യൂമൻ തന്നെയാണ് റിസർവോയർ. അതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എയർബോൺ ത്രൂ കഫ് ആൻഡ് സ്നീസ്, വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിഷൻ വരുന്നത് ത്രൂ കഫ് ആൻഡ് സ്നീസ്, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴൊക്കെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചുമല്ലേ, അതേപോലെ തന്നെയാണ് എയർബോൺ ആയിട്ടാണ് ഇതിന് ട്രാൻസ്മിഷൻ വരുന്നത്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വെർട്ടിക്കലായിട്ടുള്ള ട്രാൻസ്മിഷനാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഇനി പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റിയിലേക്ക് വരുമ്പോൾ 7 days ബിഫോർ ടു 7 days ആഫ്റ്റർ റാഷ് ഓൺസെറ്റ്. നമ്മൾ മീസിൽസിൻ്റെ കാര്യം പഠിച്ചു, 4 days ആണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ 4 days. റുബെല്ലയിലേക്ക് വരുമ്പോൾ ജർമ്മൻ മീസിൽസിലേക്ക് വരുമ്പോൾ 7 days ആണ്, 7 days ആൻഡ് ആഫ്റ്റർ ആൻഡ് 7 days ബിഫോർ മാറിപ്പോയി. 7 days ബിഫോർ ടു 7 days ആഫ്റ്റർ റാഷ് ഓൺസെറ്റ്. 7 ദിവസം മുന്നേയും 7 ദിവസം ശേഷവുമാണ് പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി വരുന്നത് റുബെല്ലയുടെ കേസിലേക്ക് വരുമ്പോൾ. സീസണിലേക്ക് വരുമ്പോൾ സീസണാലിറ്റി ലേറ്റ് വിൻ്റർ ആൻഡ് സ്പ്രിങ്. ഓക്കെ, ഇനി ഏജ്, അതിന് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റുബെല്ലയുടെ ഏജ് ഗ്രൂപ്പ് വരുന്നത് ഡിസീസ് മെയിൻലി എ ഡിസീസ് ഓഫ് ചൈൽഡ്ഹുഡ്, പർട്ടിക്കുലർ ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 3 to 10 years. 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ അസുഖങ്ങൾ കൂടുതലും കണ്ടുവരുന്നത്. അതിൻ്റെ ഏജ് ഗ്രൂപ്പ് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം.
ഇനി നമ്മൾ അതിന് കൊടുക്കുന്ന വാക്സിൻ തന്നെ RA27/3 വാക്സിനാണ്. അത് 0.5 ml ആണ് നമ്മൾ അതിന് വാക്സിൻ കൊടുക്കുന്നത്, റുബെല്ലയുടെ വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ സിറോളജിക്കൽ ടെസ്റ്റ് ഏതാണെന്ന് പറയുമ്പോൾ HI ടെസ്റ്റാണ്, ഹ്യൂമോ ഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ ടെസ്റ്റാണ് റുബെല്ലയ്ക്ക് നമ്മൾ സിറോളജിക്കലായിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു അബ്രിവേഷൻ കൂടി കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. CRS എന്ന് പറയും. ഇത് ഞാൻ രണ്ട് പരീക്ഷയിൽ കണ്ടിട്ടുള്ളതാണ്. CRS അബ്രിവേഷനിൽ ചോദിച്ചിരിക്കുന്നത് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം ആണ് CRSന്റെ ഫുൾ ഫോം വരുന്നത്, കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം. ഓക്കെ, കൃത്യമായിട്ടുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നോട്ടിൽ യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അടുത്ത അസുഖത്തിലേക്ക് വരുന്നത് മംസ് ആണ്. മംസ് അസുഖം നമുക്ക് ഇപ്പം ഈ നിലവിലിപ്പം ഈ സീസണാണ് മംസിൻ്റെ. ഈ വേനൽക്കാലത്തൊക്കെ മംസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് കേസുകൾ മംസിൻ്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ മംസിനെ കുറിച്ച് കൂടുതൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. മംസിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പല സ്ഥലങ്ങളും പല പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. മുണ്ടി നീര് എന്നൊക്കെയാണ് കോമൺ ആയിട്ട് ഇതിനെ അറിയപ്പെടുന്നത്. മുണ്ടി നീര്, മുണ്ടിവീക്കം, ഇതൊക്കെയാണ് അസുഖത്തിന് അറിയപ്പെടുന്നത് മംസ് എന്ന് പറയുമ്പോൾ. ഇതിന് കോസറ്റീവ് ഓർഗൻസ് വരുമ്പോൾ മൈക്സോ വൈറസ് പരോട്ടിഡിസ് വൈറസ് ആണ്, RNA വൈറസ് ആണ് കോസറ്റീവ് ഓർഗൻസ് ആയിട്ട് വരുന്നത്. ഇൻക്യുബേഷനിലേക്ക് വരുമ്പോൾ 12 to 25 days ആണ് മംസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. മംസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 12 to 25 days ആണ്. 12 മുതൽ 25 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. ഇനി അത് നമുക്ക് അതിൻ്റെ ക്ലിനിക്കലായിട്ട് പോകുമ്പം ദി ഡിസീസ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ non-suppurative enlargement and tenderness of one or both of the parotid gland. നമ്മുടെ പരോട്ടിഡ് ഗ്രന്ഥികളിൽ വരുന്ന ടെൻഡർനെസ്, അത് എന്താ പറയുക, അത് വീർത്തു വരിക, അല്ലെങ്കിൽ അതിനെ പറയുക എൻലാർജ്മെൻറ്റ്, വലുതാവുക. ഈ പരോട്ടിഡ് ഗ്ലാൻഡ് വലുതാവുക ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ കഴുത്തിൻ്റെ ഈ താടി ഭാഗത്ത് ആ ഒരു എൻലാർജ്മെൻറ്റ് വരുന്ന ആണ്. നമുക്ക് കൃത്യമായിട്ട് ചെവിക്ക് താഴെ മുതലാണ് അതിൻ്റെ എൻലാർജ്മെൻറ്റ് വരുന്നത്. പരോട്ടിഡ് ഗ്ലാൻഡ് വരുന്ന ചെവിക്ക് താഴെ മുതൽ താടി ഭാഗത്തേക്ക് വരുന്ന ഒരു എൻലാർജ്മെൻ്റ് ആണ് ക്ലിനിക്കലായിട്ട് നമുക്ക് ഫസ്റ്റ് സൈറ്റിൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും. ഇനി അത് വേറെയും സ്ഥലങ്ങളിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൾസോ അഫക്റ്റഡ് ടെറ്റിസ്, പാൻക്രിയാസ്, അതേപോലെ തന്നെ CNS വരുന്നുണ്ട്, ഓവറീസിൽ വരുന്നുണ്ട്. പ്രോസ്റ്റേറ്റയിലും കൂടെ മംസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതിൻ്റെ സിംറ്റംസിലേക്ക് പോകാം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി ഉണ്ടാവും, അതേപോലെ തന്നെ തലവേദന, 3 മുതൽ 5 ദിവസം വരെ തലവേദന ഉണ്ടാവും. പിന്നെ സ്വെല്ലിങ് സബ്സൈഡ് ഓവർ 1 to 2 weeks, ഒരാഴ്ചക്കുള്ളിൽ സ്വെല്ലിങ് ഉണ്ടാവും. ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ ആ സ്വെല്ലിങ് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്വെല്ലിങ് എവിടെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? പരോട്ടിഡ് ഗ്ലാൻഡിനാണ് സ്വെല്ലിങ് വരുന്നത്. ഇനി ഈ അസുഖം വരുമ്പോൾ തന്നെ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, അതേപോലെ തന്നെ സ്വെല്ലിങ് ഉണ്ടാവും. 1 മുതൽ 2 ആഴ്ച കാലത്തോളം സ്വെല്ലിങ് ഇങ്ങനെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് വരുമ്പോൾ അത് ക്ലിനിക്കലും അതേപോലെ തന്നെ സബ് ക്ലിനിക്കൽ കേസുകളിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ സോഴ്സ് വരുന്നത്, ഇൻഫെക്ഷൻ്റെ സോഴ്സ് വരുന്നത്. ഇനി വൈറസിലേക്ക് വരുന്നത്, വൈറസ് ക്യാൻ ബി ഐസൊലേറ്റഡ് ഇൻ ദി സലൈവ ഫ്രം എ സ്വാബ് ടേക്കൻ ഫ്രം ദി സർഫസ് സ്റ്റെൻഷൻസ് ഡക്ട് ഇൻ ദി ഓറൽ കാവിറ്റി. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ വൈറസ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ സലൈവയിൽ തന്നെയാണ് ഇതിന് വൈറസ് ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. വൈറസ് ഹാസ് ആൾസോ ബീൻ ഫൗണ്ട് ഇൻ ദി ബ്ലഡ്, യൂറിൻ, ഹ്യൂമൻ മിൽക്ക് ആൻഡ് CSF. ഇവിടെയൊക്കെ ഈ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്ലഡിലുണ്ടാവും, യൂറിനിലുണ്ടാവും, ഹ്യൂമൻ മിൽക്കിലുണ്ടാവും, അതേപോലെ തന്നെ CSFിലുണ്ടാവും. ഓക്കെ, ഇനി കമ്മ്യൂണിക്കബിലിറ്റിയിലേക്ക് വരുമ്പോൾ പീരീഡ് 4 to 6 days ബിഫോർ ദി ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് ആൻഡ് 7 or more days thereafter. 4 മുതൽ 6 ദിവസം മുന്നേയും ഈ സിംറ്റംസ് വരുന്നതിൻ്റെ 4 മുതൽ 6 ദിവസം മുന്നേയും അതിനുശേഷം 7 അതിലധികം ദിവസമോ ഇതിൻ്റെ കമ്മ്യൂണിക്കബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് 86% ആണ്. സെക്കൻഡറി അറ്റാക്ക് റേറ്റ് 86% ആണ്. മംസിൻ്റെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് വരുന്നത് 86% ആണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പോൾ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് ഓഫ് മംസ് എത്ര? 86%. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്, ചെറിയ ചെറിയ പോയിന്റുകളാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടത്.
ഏജ് ഗ്രൂപ്പ് വരുമ്പോൾ 5 to 15, 5 മുതൽ 15 വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ അസുഖം കണ്ടുവരുന്നത്. ഏജ് ഗ്രൂപ്പ് വരുന്നത് 5 to 15 ആണ് ഏജ്. ഇമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ഇമ്മ്യൂണിറ്റി 1 അറ്റാക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയാണ് പറയുന്നത്. ഒരു തവണ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ് ആ അസുഖത്തിനെതിരായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ശരീരത്തിലും ഉണ്ടാകുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയുന്നത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എയർബോൺ ഡിസീസുകളാണ്. അതിൻ്റെ തന്നെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് മംസും മറ്റൊരാളിലേക്ക് പകരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുന്നുണ്ടല്ലോ. റെസ്പിറേറ്ററി ഇൻഫെക്ഷനിൽ വരുന്നതാണ്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വരുന്നത്. ഇനി പ്രിവെൻഷനിലേക്ക് വരുമ്പോൾ മംസിനെതിരെയുള്ള പ്രിവെൻഷനിൽ വാക്സിനാണ് കൊടുക്കുന്നത്. ലൈവ് ആറ്റിനേറ്റഡ് വാക്സിനാണ് കൊടുക്കുന്നത്. നമ്മളിപ്പം MMR കൊടുക്കുന്നുണ്ട്. മീസിൽസ്, ഇപ്പോൾ റുബല്ല വാക്സിൻ ഇപ്പം ഇല്ല, ഇപ്പോൾ MR ആണ് കൊടുക്കുന്നത്. മംസ്, റുബല്ല, മീസിൽസ്, റുബല്ല. മംസിൻ്റെ വാക്സിൻ ഇപ്പം നിലവിൽ ലഭ്യമല്ല എന്നൊക്കെയാണ് ഉള്ളത്. അപ്പോൾ മംസിന് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ മംസിന് കൊടുക്കുന്ന വാക്സിൻ തന്നെ ലൈവ് ആറ്റിനേറ്റഡ് വാക്സിനാണ്. സിംഗിൾ ഡോസ് ആണ്, 0.5 ml. ഇനി വാക്സിനുകളുടെ പേരുകളാണ്. ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ജെറിൽ ലൈൻ, അതുപോലെ തന്നെ RIT 4385, ലെനിൻഗ്രാൻഡ് 3, സെഗ്രാബ് ആൻഡ് യുറേബ്സ്റ്റൈൻ. ഇത്രയാണ് വാക്സിനുകളുടെ ബ്രാൻഡ് നെയിമുകളാണ് കൊടുത്തിരിക്കുന്നത്. കമ്പൈൻഡ് വാക്സിനായിട്ട് കൊടുക്കുന്നത് MMR ആണ്, മിസിൽസ്, മംസ്, റുബല്ല. ഓക്കെ, അപ്പം മംസിൻ്റെ പ്രധാനപ്പെട്ടിരിക്കുന്നത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 5 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒരു തവണ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടും. ഇത്രയും അസുഖങ്ങളാണ്. ഇനി അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ചെവി വേദന ഉണ്ടാവും. അതിന് ഭയങ്കര അസ്വസ്ഥമാണ്, ചെവി വേദന ആയിട്ടുള്ള ഒരു അസ്വസ്ഥം. കാരണം ഈ ചെവിക്ക് താഴെയാണ് എൻലാർജ്മെൻറ്റ് ഉണ്ടാകുന്നത്. പിന്നെ പേശിവേദന, വിശപ്പില്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരുന്നത്. ഇനി ചില സാധ്യതകളിലൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ട് സ്വയം തന്നെ ഭേദമാകുന്ന, ശരീരം ഇമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ തന്നെ സ്വയമായിട്ട് അത് ഭേദമാകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇനി അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അപൂർവമായിട്ടാണ് അതിന് കോംപ്ലിക്കേഷൻ വരുന്നത്. പക്ഷേ ചില ഇപ്പോൾ ടെസ്റ്റിസിൽ, അതേപോലെ തന്നെ ബ്രസ്റ്റ്, ഓവറീസ്, ഇവിടെയൊക്കെ പാൻക്രിയാസിലൊക്കെ വരുന്നത് ഇത്തരത്തിലൊക്കെ വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ അതിൽ ഒരു വീക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ടെസ്റ്റിസിൽ ബാധിക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, പ്രത്യുൽപാദന ശേഷി തന്നെ, അതുപോലെ തന്നെ വന്ധ്യത ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ്. ഇപ്പോൾ ടെസ്റ്റിസിൽ മംസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള കുത്തിവയ്പ്പുകൾ കൊടുക്കുന്നുണ്ട്. കമ്പൈൻഡ് വാക്സിനായിട്ടാണ് കൊടുക്കുന്നത്. ലൈവ് ആറ്റിനേറ്റഡ് വാക്സിൻ MMR ആണ് കമ്പൈൻഡ് വാക്സിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അത് 3 അസുഖത്തിന് കൊടുക്കുന്ന വാക്സിനാണ്. മീസിൽസ്, മംസ്, റുബല്ല, ഇത്രയും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീസിൽസിൻ്റെ പ്രധാന പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്ലുവൻസയാണ്. അല്ല, ഇൻഫ്ലുവൻസ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അതിൻ്റെ ഭാഗങ്ങൾ നോക്കാനുണ്ട്. എന്താണ് അതിൻ്റെ പോസിറ്റീവ് ഓർഗൻസം, എന്താണ് വരുന്നത്? ഇൻഫ്ലുവൻസ വൈറസ് ആണ്. ഫാമിലി ഓഫ് ഓറോമെക്സോ വരിഡേ. ഇൻഫ്ലുവൻസ വൈറസ് ആണ് അതിൻ്റെ പോസിറ്റീവ് ഓർഗൻസം ആയിട്ട് വരുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 18 to 72 hours ആണ്. 18 മുതൽ 72 മണിക്കൂറാണ്. അതിന് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 4 days ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നുണ്ട്. ചില കേസുകളിൽ 4 days ആണ് ഇൻക്യുബേഷൻ പീരീഡ്. അതിൻ്റെ പുതിയ അപ്ഡേഷനിൽ വന്നിരിക്കുന്നത് 4 days വരെ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ 18 to 72 hours ആണ്. അത് 4 days വരെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെ നോക്കാം അല്ലേ. ഇൻഫ്ലുവൻസ A, ഇൻഫ്ലുവൻസ B, ഇൻഫ്ലുവൻസ C ആണ്. 3 ടൈപ്പാണ് ഇൻഫ്ലുവൻസ ഉള്ളത്. സിംറ്റംസിലേക്ക് വരുമ്പോൾ സഡൻ ഓൺസെറ്റ് ഓഫ് ചിൽസ്, മലൈസ്, ഫീവർ, മസ്കുലർ പെയിൻ ആൻഡ് കഫ്. പെട്ടെന്നാണ് ഉണ്ടാവുക ഇൻഫ്ലുവൻസ ബാധിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് അറിയാവില്ല, വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് അസുഖം ബാധിക്കുന്നത്. അപ്പം ഇതിൻ്റെ സിംറ്റംസ് തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാവുക. സഡൻ ഓൺസെറ്റ് ഓഫ് ചിൽസ്, മലൈസ്, ഫീവർ, മസ്കുലർ പെയിൻ ആൻഡ് കഫ് ഉണ്ടാവുക അല്ലേ.
നല്ല കുളിരുണ്ടാവും, അതേപോലെ തന്നെ ക്ഷീണം, പനി, അതേപോലെ തന്നെ ശരീരവേദന, മസിൽ വേദന, ചുമ, ഇത്രയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. റിസർവോയറിലേക്ക് വരുമ്പോൾ റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ അനിമൽ ആൻഡ് ബേർഡ്സ്, പക്ഷികളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നുമാണ് ഈ അസുഖം വരുന്നത്. അനിമൽസ് ആൻഡ് ബേർഡ്സ് അതിൻ്റെ റിസർവോയറാണ്, ഇൻഫെക്ഷൻ്റെ റിസർവോയർ വരുന്നത്. ഓക്കെ, ഇനി സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് വരുമ്പോൾ യൂഷ്വലി എ കേസ് ഓർ സബ് ക്ലിനിക്കൽ കേസ്, ഒരു കേസിൽ നിന്നോ അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ കേസിൽ നിന്നാണ് നമുക്കിതിൻ്റെ സോഴ്സ് വരുന്നത്, അസുഖത്തിൻ്റെ സോഴ്സ് വരുന്നത്. യൂഷ്വലി എ കേസ് ഓർ സബ് ക്ലിനിക്കൽ കേസ്. ഇനി ഡ്യൂറിങ് എപ്പിഡമിക്സിൻ്റെ സമയത്ത് ലാർജ് നമ്പർ ഓഫ് മൈൽഡ് ആൻഡ് അസിംപ്റ്റമാറ്റിക് ഇൻഫെക്ഷൻ ഓക്കേഴ്സ് വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. ഇപ്പം ഈ എപ്പിഡമിക്, ഇപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ എപ്പിഡമിക്സ് വരുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മൈൽഡ് ആൻഡ് അസിംപ്റ്റമാറ്റിക് ഇൻഫെക്ഷൻസ് ഓക്കർ, ചില വ്യക്തികളിൽ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് ഒന്നും കാണില്ല, ചിലവർക്ക് നേരിയ സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരൊറ്റ കാരണം തന്നെയാണ് വളരെയധികം അസുഖങ്ങൾ സ്പ്രെഡ് ആവാനും കാരണമാകുന്നത്. ഇപ്പം ഈ ലക്ഷണങ്ങളില്ലാത്തവർ പലരുമായിട്ടും കൂടിക്കലർന്ന് വലിയ ഗാദറിംഗ് ഒക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എപ്പിഡമിക് ഭാഗങ്ങളിൽ ഇപ്പം ലക്ഷണങ്ങൾ കുറഞ്ഞു വരും, അതുപോലെ തന്നെ ചിലവർക്ക് അത് കാണില്ല, കറക്റ്റായിട്ടുള്ള ലക്ഷണങ്ങൾ കാണില്ല. അവർ മറ്റുള്ളവരായിട്ട് ഇടപെടുമ്പോൾ അത് വലിയൊരു തോതിലുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനും സാധ്യതയുണ്ട്. ദി സെക്രീഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്സ് ആർ ഇൻഫെക്റ്റീവ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ഇപ്പോൾ സെക്രട്ടറി ട്രാക്റ്റിൽ വരുന്ന ആ ഫ്ലൂയിഡാണ്. അപ്പം ചുമക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ ഈ ഫ്ലൂയിഡ് നമ്മളറിയില്ല, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ആയിട്ട് അന്തരീക്ഷത്തിലേക്ക് കലരും. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് ആ അസുഖം പിടിപെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെയധികം അസുഖത്തിൻ്റെ നമ്പർ ഓഫ് ഡിസീസ്, അസുഖങ്ങൾ പരത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇനി പീരീഡ് ഓഫ് ഇൻഫെക്റ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ് പറയുന്നത്? വൈറസ് പ്രസന്റ് ഇൻ ദി നാസോഫാരിങ്സ് ഫ്രം 1 to 2 days and 1 to 2 days ആഫ്റ്റർ. എപ്പോഴാണ് ഉണ്ടാവുക? നാസോഫാരിങ്സിലാണ് ഈ വൈറസ് ഉണ്ടാവുക. 1 to 2 days ബിഫോർ, 1 മുതൽ 2 ദിവസം മുന്നേയും അതുപോലെ തന്നെ 1 മുതൽ 2 ദിവസത്തിന് ശേഷവുമാണ് ഈ വൈറസ് ഉണ്ടാവുന്നത്. 1 to 2 days ബിഫോർ ആൻഡ് 1 to 2 days ആഫ്റ്റർ ഓൺസെറ്റ് ഓഫ് സിംറ്റംസ്. ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നതിൻ്റെ 2 ദിവസം, 1 മുതൽ 2 ദിവസം മുന്നെയോ അതിനുശേഷം, ലക്ഷണങ്ങൾ കാണിച്ചത് 1 മുതൽ 2 ദിവസത്തിന് ശേഷമോ ഈ വൈറസ് നാസോഫാരിങ്സിൽ അത് പ്രസന്റ് ആയിരിക്കപ്പെടും. അപ്പോൾ അത് അസുഖം പരത്താൻ കാരണമാവും. വളരെ പെട്ടെന്നാണ്, വളരെ ചുരുങ്ങിയ ഇൻക്യുബേഷൻ പീരീഡാണ് ഉള്ളത്. വളരെ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കബിലിറ്റി നടക്കും. അതാണ് ഈ ഇൻഫ്ലുവൻസയുടെ പ്രത്യേകത. ഇനി ഏജിലേക്ക് വരുമ്പോൾ, ഏജിങ് സെക്സിലേക്ക് വരുമ്പോൾ ഇൻഫ്ലുവൻസ അഫക്റ്റ് ആൾ ഏജസ് ആൻഡ് ബോത്ത് സെക്സ്. എല്ലാ തരത്തിലുള്ള ആളുകളിലേക്കും ഇൻഫ്ലുവൻസ പകരാൻ സാധ്യതയുണ്ട്. ഇൻ ജനറൽ ദി അറ്റാക്ക് റേറ്റ് ഈസ് ലോവർ എമംഗ് അഡൽട്ട്. ചിൽഡ്രൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ദ ട്രാൻസ്മിഷൻ ഡിസീസ്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്മിഷൻ റേറ്റ് കൂടാൻ. ആ ഒരു ചെയിൻ, ഈ ഇപ്പം കുട്ടികളിപ്പോൾ നമുക്ക് ഈ ഇൻഫ്ലുവൻസ ഉണ്ട്, ഇപ്പോൾ ജലദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾ പലരിടത്തും കണക്ട് ആവുന്നതാണ്. അവരാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ ചെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അതാ പറയുന്നത് ചിൽഡ്രൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക് ഇൻ ദി ട്രാൻസ്മിഷൻ ചെയിൻ. ഇത് ഡിസീസ് ട്രാൻസ്മിഷൻ്റെ ചെയിനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് കുട്ടികളിൽ. ഇത് എല്ലാ തരത്തിലുള്ള ആളുകളിലേക്കും ഈ അസുഖം പടരാൻ സാധ്യതയുണ്ട്. ഇനി ഹ്യൂമൻ മൊബിലിറ്റിയിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു സ്പ്രെഡ് ദി ഇൻഫെക്ഷൻ. ഹ്യൂമൻ മൊബിലിറ്റി തന്നെയാണ്. അസുഖം വന്ന ഒരാൾ ഇപ്പോൾ സിംറ്റംസ് ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ അത് മറ്റുള്ള ആളുകളായിട്ട് ഇടകലർന്ന് കലരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ആ ഇടപഴകലിലൂടെ അസുഖം പടരാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ഒരാളിലേക്ക് അസുഖം എത്തും, അത് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, സീസണിലേക്ക് വരുമ്പം ഏത് സീസണിലാണ് വരുന്നത്? എപ്പിഡമിക് യൂഷ്വലി ഒക്കറിങ് ഇൻ വിന്റർ മന്ത് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദി വിന്റർ ഓർ റെയിനി സീസൺ ഇൻ സൗതേൺ ഹെമിസ്ഫിയർ. രണ്ട് ടൈപ്പാണ് വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്നത് വിന്റർ മാസങ്ങളിലാണ്. ഇനി സൗതേൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ റെയിനി സീസണിൽ, മഴക്കാലത്തുമാണ് ഈ അസുഖങ്ങൾ പടരുന്നത്. ഇനി ട്രോപ്പിക്കൽ കൺട്രീസിലേക്ക് അവിടെ ഇൻഫ്ലുവൻസ വൈറസ് സർക്കുലേറ്റ് ത്രൂ ഔട്ട് ദി ഇയർ വിത്ത് 1 or 2 പീക്ക് ഡ്യൂറിങ് റെയിനി സീസൺ. ട്രോപ്പിക്കൽ കൺട്രീസിൽ വരുന്നത് അവിടെ എല്ലാ സമയങ്ങളിലും അസുഖം വരാൻ സാധ്യതയുണ്ട്.
ഓവർ ക്രൗഡിങ്ങിലേക്ക് വരുമ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസീസ് സ്പ്രെഡ് ചെയ്യാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓവർ ക്രൗഡിങ് തന്നെയാണ്. എൻഹാൻസ് ട്രാൻസ്മിഷൻ ദി അറ്റാക്ക് റേറ്റ് ആർ ഹൈ ഇൻ ക്ലോസ് പോപ്പുലേഷൻ ഗ്രൂപ്പ്. കാരണം സ്കൂളുകളിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും കപ്പലുകളിലൊക്കെ ഓവർ ക്രൗഡിങ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ 1-2 പേർക്ക് ഒരാൾക്ക് പോലും ഈ തരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും അസുഖം സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്, എല്ലാവർക്കും ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ഇൻഫ്ലുവൻസ ഈസ് പ്രസന്റ് മെയിൻലി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ബൈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ. പേഴ്സൺ ടു പേഴ്സൺ ആണ്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വഴി പേഴ്സൺ ടു പേഴ്സൺ ഇൻഫെക്ഷൻ ആണ് നമുക്ക് ഇൻഫ്ലുവൻസയിൽ വരുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോൾ ക്രിയേറ്റഡ് ബൈ സ്നീസിങ്, കഫിങ് ഓർ ടോക്കിംഗ്. നമ്മൾ ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, ഈവൻ നമ്മൾ സംസാരിക്കുമ്പോൾ വരെ ഈ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ മറ്റൊരാളിലേക്ക് എത്താനും അസുഖം വരാനും സാധ്യതയുണ്ട്. ഓക്കെ, ദി പോർട്ടൽ ഓഫ് എൻട്രി ദി വൈറസ് റെസ്പിറേറ്ററി ട്രാക്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പോർട്ടൽ ഓഫ് എൻട്രി എന്ന് പറയുന്നതും റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കാണ് ഇതിൻ്റെ വൈറസിൻ്റെ പോർട്ടൽ ഓഫ് എൻട്രി വരുന്നത്. ഓക്കെ, കുറച്ച് വേഗതയിലാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു പോയിരിക്കുന്നത്. നോട്ടിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ചു പോകണം. ഇനി നമുക്കതിൻ്റെ ലബോറട്ടറി ഡയഗ്നോസിസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഡയഗ്നോസിസ് ചെയ്യുന്നത് നാസോഫാരിംഗൽ സെക്രേഷൻ, അത് ഡയഗ്നോസിസ് ചെയ്യും അസുഖത്തിൻ്റെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് HI, ഹ്യൂമോഗ്ലൂട്ടിനേഷൻ ഇൻഹിബിഷൻ അസേ, അതാണ് HI എന്ന് പറയുന്നത്. എലൈസ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം പഠിക്കണം കേട്ടോ. എലൈസ എന്ന് പറയുമ്പോൾ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ, അതാണ് എലൈസ. ഓക്കെ, അതുപോലെ തന്നെ എലൈസും ചെയ്യുന്നുണ്ട്, RT-PCR ചെയ്യുന്നുണ്ട്. RT-PCR പറയുമ്പോൾ നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പരിചയമുള്ളത് കോവിഡിൻ്റെ കാര്യത്തിലാണ്. ആൻറ്റിജൻ ടെസ്റ്റ്, RT-PCR ടെസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ RT-PCRൻ്റെ ഫുൾ ഫോം പഠിക്കണം, കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. RT-PCR വരുമ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ഇതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് വേർഡുകളൊക്കെ മാറിയിട്ടാവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ RT-PCR എന്ന് പറയുമ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് RT-PCRൻ്റെ ഫുൾ ഫോം. ഇനി സിറോളജി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസയ്ക്ക്. നമുക്ക് ഈ ഇൻഫ്ലുവൻസയ്ക്ക് കൊടുക്കുന്ന വാക്സിൻ കിൽഡ് ആൻഡ് ലൈവ് ആറ്റിനേറ്റഡ് ആണ്. 2 ടൈപ്പാണെന്ന് ഉള്ളത്. കിൽഡ് ആൻഡ് ലൈവ് ആറ്റിനേറ്റഡ് വാക്സിൻ ഇൻഫ്ലുവൻസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അഫ്ലൂറിയ, ഫ്ലാറിക്സ്, അതുപോലെ തന്നെ ഫ്ലൂസോൺ, ഈ 3 ടൈപ്പാണ് ഇതിൻ്റെ ബ്രാൻഡുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇൻഫ്ലുവൻസയ്ക്ക് കൊടുക്കുന്ന വാക്സിൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. ലൈവ് ആൻഡ് ആറ്റിനേറ്റഡ് വാക്സിൻ ആണ് ഇൻഫ്ലുവൻസയ്ക്ക് കൊടുക്കുന്ന വാക്സിൻ. ഓക്കെ, ലാബോറട്ടറി ഡയഗ്നോസിസിൽ RT-PCRൻ്റെ ഫുൾ ഫോം കൃത്യമായിട്ട് പഠിക്കണം, എലൈസയുടെ കൃത്യമായിട്ട് പഠിക്കണം. RT-PCR ഒന്നുകൂടെ പറയാം, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് RT-PCRൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇൻഫ്ലുവൻസയുടെ കാര്യത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ആവിയൻ ഇൻഫ്ലുവൻസ, ഇല്ലേ? ബേർഡ് ഫ്ലൂ പറയും, H5N1 എന്ന് പറയും. ബേർഡ് ഫ്ലൂ എന്ന് പറയുമ്പോൾ പക്ഷിപ്പനി എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് H5N1 അതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ആൻ ലീവ് ഓർ ഡെഡ് ബേർഡ്, ഇപ്പോൾ ജീവനുള്ളതോ അല്ലെങ്കിൽ ചത്തതോ ആയിട്ടുള്ള പക്ഷികളിൽ നിന്ന് വരുന്ന ഓർ കണ്ടാമിനേറ്റഡ് എൻവയോൺമെന്റ് സച്ച് ആസ് ലൈവ് ബേർഡ് മാർക്കറ്റ്. അപ്പം ഇത്തരം ഈ പക്ഷികളിൽ നിന്ന് വരുന്ന അസുഖമാണ്, പകരുന്ന അസുഖമാണ് ബേർഡ് ഫ്ലൂ എന്ന് പറയുന്നത്, ആവിയൻ ഇൻഫ്ലുവൻസ പറയുന്നത്. ട്രാൻസ്മിഷൻ ഇങ്ങനെയാണ് വരുന്നത്, ലൈവ് ഓർ ഡെഡ് ബേർഡ് ഓർ കണ്ടാമിനേഷൻ എൻവയോൺമെന്റ്. ഇപ്പം പക്ഷികളുടെ മാർക്കറ്റിൽ നിന്ന് വരെ ഈ അസുഖങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് വരുമ്പോൾ 2 to 5 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. നമ്മൾ അതിൻ്റെ വാക്സിൻ കൊടുക്കുന്നത് ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിനാണ്. പക്ഷിപ്പനിക്ക് എതിരായിട്ട് കൊടുക്കുന്ന വാക്സിനാണ് ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ. ഓക്കെ, നമ്മളത് കൊടുക്കുന്നത് തന്നെ 18 വയസ്സിന് ശേഷമുള്ളവർക്കാണ്. 18 മുതൽ 64 വയസ്സ് ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. 2 ഡോസ് കൊടുക്കുന്നുണ്ട്. 2 ഡോസ് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞാൽ അടുത്തൊരു ഡോസായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പക്ഷിപ്പനിക്ക് കൃത്യമായിട്ടുള്ള എവിടെ നിന്നാണ് നമ്മളത് സ്പ്രെഡ് ആവുന്നത്, ഇൻക്യുബേഷൻ പീരീഡ് 2 to 5 days ആണ്. കൊടുക്കുന്ന വാക്സിൻ ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിൻ ആണ്. അത് കൊടുക്കുന്നത് 18 to 64 ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണ് ആ വാക്സിൻ കൊടുക്കുന്നത്. 2 ഡോസ് 28 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ 2 ഡോസാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് പാൻഡമിക് ഇൻഫ്ലുവൻസ A ആണ്, H1N1. സ്വിൻ ഫ്ലൂ എന്ന് പറഞ്ഞാൽ പന്നിപ്പനി എന്ന് കേട്ടിട്ടില്ലേ?
പാൻഡമിക് ഇൻഫ്ലുവൻസ എ H1N1 സ്വിൻ ഫ്ലൂ എന്ന് പറയും. സ്വിൻ ഫ്ലൂ 2009 എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അതിൽ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 1 to 4 days ആണ്. അപ് ടു 7 days 7 ദിവസം വരെ, 1 മുതൽ 4 ദിവസമാണ് കോമൺ ആയിട്ട് വരുന്നത്. അത് 7 days വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ ഫീവർ ഉണ്ട്, പനിയുണ്ട്, ബട്ട് നോട്ട് ആൾവേസ്, എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയില്ല. മസിൽ ചിൽസ് ആൻഡ് സെറ്റ് മസിൽ, നമുക്ക് ശരീര പേശി വേദന ഉണ്ടാവും. അതേപോലെ തന്നെ തണുപ്പും അതേപോലെ തന്നെ വിയർപ്പും ഉണ്ടാവും. കഫ്, സോർ ത്രോട്ട്, റണ്ണി ഓർ സ്റ്റഫി നോസ്, വാട്ടറി, റെഡ് ഐസ്, ഐ പെയിൻ, ബോഡി ഏക്ക്, ഹെഡ് ഏക്ക്, അതേപോലെ തന്നെ ടയർഡ്നെസ്, വീക്ക്നെസ്, ഡയറിയ. ഇത്രയാണ് സിംറ്റംസ്, പെട്ടെന്നുണ്ടാവുന്ന സിംറ്റംസ് ആണ് ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെ H1N1 ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന അതാണ്. പനി ഉണ്ടാവും, ചിലപ്പോൾ എല്ലാ സമയത്തും പനി ഉണ്ടാവില്ല. മസിൽ പെയിൻ ഉണ്ടാവും, തണുപ്പ്, കുളിരുണ്ടാവും, കുളിര് പോലെ ഉണ്ടാവും, കുളിരും അതേപോലെ തന്നെ വിയർപ്പും ഉണ്ടാവും. പിന്നെ ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്കടപ്പ്, അതേപോലെ തന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക, വട്ടറി അല്ലെങ്കിൽ റെഡ് ഐസ് അല്ലേ, കണ്ണ് ചുവക്കാൻ സാധ്യതയുണ്ട്, കണ്ണിൽ നിന്ന് വെള്ളം വരാൻ സാധ്യതയുണ്ട്, കണ്ണ് വേദന ഉണ്ടാവും അല്ലേ, ശരീരവേദന, തലവേദന, ക്ഷീണം, തലകറക്കം, ഡയേറിയ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ H1N1 പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ. അത് പെട്ടെന്നാണ് ഉണ്ടാവുക, ക്വിക്കിലിയാണ് ഉണ്ടാവുക, പെട്ടെന്നുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ഇനി എമർജൻസി സിംറ്റംസിലേക്ക് വരുമ്പോൾ ട്രബിൾ ബ്രീത്തിങ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, പേൾ, ഗ്രേ ഓർ ബ്ലൂ കളേർഡ് സ്കിൻ, നമ്മുടെ ശരീരത്തിൻ്റെ നിറം തന്നെ, സ്കിന്നിൻ്റെ നിറം തന്നെ വ്യത്യാസപ്പെട്ടു പോകും. സ്കിന്നിൻ്റെ അല്ലെങ്കിൽ ചുണ്ടിൻ്റെ നിറം വ്യത്യാസപ്പെട്ടു പോകും. അതേപോലെ തന്നെ നൈൽ ബെഡ് ഡിപ്പെൻഡിങ് ഓൺ സ്കിൻ കളർ. ഈ നമ്മുടെ നൈൽ ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത്, നമ്മുടെ നഖത്തിൻ്റെ ഈ നൈൽ ടോപ്പ് ഭാഗത്ത്, മുകൾ ഭാഗത്ത് കളർ വ്യത്യാസം ഉണ്ടാവും. നെഞ്ച് വേദന ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ, സിവിയർ ആയിട്ടുള്ള മസിൽ പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എമർജൻസി സിംറ്റംസിലേക്ക് വരുമ്പോൾ. ഓക്കെ, ഇനി അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ന്യൂമോണിയയാണ് H1N1 ബാധിച്ചാൽ കോംപ്ലിക്കേഷൻ വരുന്നത്. മരണം സംഭവിക്കാൻ സാധ്യതയുള്ളത് കോംപ്ലിക്കേഷൻ ന്യൂമോണിയ ബാധിച്ചാലാണ്. ന്യൂമോണിയയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് വരുന്നത്. അപ്പോൾ H1N1 നമുക്ക് ഡ്രഗ് കൊടുക്കുന്നത് ഒസൽട്ടമേവിയർ ആണ്, ടാമി ഫ്ലൂ, അതേപോലെ തന്നെ പെരാമിവിയർ, അതിന് പറയുന്നത് റാബി വെബ് ആൻഡ് സനാമിവിയർ എന്നുണ്ട്. ഈ 3 ഡ്രഗാണ് H1N1 ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻഫ്ലുവൻസയുടെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പോയിന്റുകളും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തത് വരുന്നത് ഡയറിയയാണ്. ഡയറിയ അസുഖം അറിയാവില്ലേ? അപ്പം ദി ഫോർമേഷൻ ഓഫ് എ ഗ്രേയിഷ് ഓർ യെല്ലോയിഷ് മെംബ്രെയിൻ, അതിന് പറയുന്ന പേരാണ് ഫാൾസ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ. കോമൺലി ഓവർ ഓൺ ടോൺസിൽസ്, ഡയറിയ എന്നാണ് തെറ്റി പറഞ്ഞത്, ഡിഫ്തീരിയയാണ്. വൺസ് അഗൈൻ ഡിഫ്തീരിയയാണ്. അപ്പോൾ അതിന് നമുക്ക് പറയില്ലേ, തൊണ്ടമുള്ള് എന്ന് പറയുന്നത് അസുഖം. അപ്പോൾ ഡിഫ്തീരിയയുടെ കോമൺ ആയിട്ടുള്ള അതുപോലെ ഫോർമേഷൻ ഓഫ് ഗ്രേയിഷ് ഓർ യെല്ലോയിഷ് മെംബ്രെയിൻ, അതിന് ഫാൾസ് മെംബ്രെയിൻ എന്ന് പറയും. കോമൺലി ഓർ ദി ടോൺസിൽസ്, ഫാരിങ്സ് ഓർ ലാരിങ്സ് ഓൺ ദി സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ വിത്ത് വെൽ ഡിഫൈൻഡ് എഡ്ജ് ആൻഡ് ദി മെംബ്രെയിൻ കനോട്ട് ബി വൈപ്ഡ് അവേ. നമ്മുടെ ഈ തൊണ്ടയ്ക്കകത്ത് ടോൺസിൽസിന്റെ ഭാഗത്ത്, കോമൺ ലെയർ ഓഫ് ടോൺസിൽസിന്റെ ഭാഗത്ത് ഒരു യെല്ലോയിഷ് മെംബ്രെയിൻ, ഒരു ഗ്രേയിഷ് ഓർ യെല്ലോയിഷ് മെംബ്രെയിൻ വരുന്ന അസുഖമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അതിന് ഫാൾസ് മെംബ്രെയിൻ എന്ന് പറയും. ഇനി ഡിഫ്തീരിയയുടെ കോസറ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയയാണ് കോസറ്റീവ് ഓർഗാനിസം ആയിട്ട് വരുന്നത്. ഡിഫ്തീരിയയുടെ കോസറ്റീവ് ഓർഗാനിസം ആയിട്ട് വരുന്നത് കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 2 to 6 days ആണ്. 2 മുതൽ 6 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഏജ് ഗ്രൂപ്പ് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 1 to 5, 1 മുതൽ 5 വരെയുള്ള വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ അസുഖങ്ങൾ കോമൺലി കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് 11 വയസ്സ് 13 വയസ്സുള്ള കുട്ടികളിലും ഈ അസുഖം കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഏജ് ഗ്രൂപ്പ് 1 to 5 days ആണ് ഡിഫ്തീരിയ അസുഖങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി the major clinical type have been described anterior nasal, അതേപോലെ തന്നെ ഫേഷ്യൽ ആൻഡ് ലാരിംഗിലാണ്. ആൻറ്റീരിയൽ നാസലായിട്ട് വരുന്നുണ്ട്, ഫേഷ്യൽ ആൻഡ് ലാരിംഗിലായിട്ട് വരുന്നുണ്ട്. 3 മേജർ ക്ലിനിക്കൽ ടൈപ്പാണ് ആൻറ്റീരിയർ, അതേപോലെ തന്നെ ആൻറ്റീരിയർ നേസൽ, ഫേഷ്യൽ, ലാരിംഗിലായിട്ടാണ്.
ക്ലിനിക്കൽ ടൈപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് വരുമ്പോൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ മേ ബി കോസ്ഡ് ബൈ ഓഫ് കാരിയർ, ഒരു കാരിയറിൽ നിന്ന് തന്നെയാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ വരുന്നത്. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നാസോഫാരിംഗൽ സെക്രീഷൻസ്, നമ്മുടെ ഈ തൊണ്ടയിൽ നിന്നും വരുന്ന നാസോഫാരിംഗിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് ആണ് ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ വരുന്നത്. ഡിസ്ചാർജ് ഫ്രം സ്കിൻ ലീഷൻസ് വരുന്ന ഡിസ്ചാർജുകൾ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവുന്നുണ്ട്. കണ്ടാമിനേറ്റഡ് ഫോർമാറ്റ്സ് ആൻഡ് പോസിബിളി ഇൻഫെക്റ്റഡ് ഡസ്റ്റ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റ്സും അതേപോലെ തന്നെ പോസിബിളി ഇൻഫെക്റ്റഡ് ഡസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഈ നാസോഫാരിംഗ് സെക്രീഷൻസ് ഇപ്പം നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ അത് ഈ ഡസ്റ്റിലൊക്കെ പകരും, അത് നമ്മുടെ സർഫസിലൊക്കെ ഉണ്ടാവും. അത് വഴി കണ്ടാമിനേഷൻ വരുമ്പോൾ അതും ഒരു ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽസ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി പീരീഡ് ഓഫ് ഇൻഫെക്റ്റിവിറ്റിയിലേക്ക് പോകുമ്പോൾ അൺലെസ് ട്രീറ്റഡ് ദി പീരീഡ് ഓഫ് ഇൻഫെക്റ്റിവിറ്റി മേ വേരി ഫ്രം 14 to 28 days ഫ്രം ദി ഓൺസെറ്റ് ഓഫ് ഡിസീസ്. അത് ട്രീറ്റ് ചെയ്തില്ല, കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ പീരീഡ് ഓഫ് ഇൻഫെക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ മേ വേരി ഫ്രം 14 to 28 days, 14 മുതൽ 28 ദിവസം വരെ ഇതിൻ്റെ സിംറ്റംസ് കണ്ടിട്ട് 14 മുതൽ 28 ദിവസം വരെ അതിൻ്റെ പീരീഡ് ഓഫ് ഇൻഫെക്റ്റിവിറ്റിയാണ്. അസുഖം പടരാൻ സാധ്യതയുള്ളത് സമയങ്ങളാണ്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വരുന്നത് മെയിൻലി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വരുന്നത്. ഇനി ഡിഫ്തീരിയ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ IM ഇൻട്രാമസ്കുലർ അല്ലെങ്കിൽ IV ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫോർ കേസിന് കൊടുക്കുന്നത്, കേസുകൾക്ക് ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ ആണ് കൊടുക്കുന്നത്, IM ആയിട്ടോ അല്ലെങ്കിൽ IV ആയിട്ടോ കേസുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇനി കരിയേഴ്സിന് കൊടുക്കുന്നത് 10 days കോഴ്സ് ഓഫ് ഓറൽ എറിത്രോമൈസിൻ, 10 ദിവസം ഓറലായിട്ട് എറിത്രോമൈസിനാണ് കേരിയേഴ്സിന് കൊടുക്കുന്നത്, 10 ദിവസം കൊടുക്കുന്നത്. കേസിന് കൊടുക്കുന്നത് ഡിഫ്തീരിയ ആൻറ്റിടോക്സിൻ കൊടുക്കുന്നുണ്ട്, IM ആയിട്ടോ അതേപോലെ തന്നെ IV ആയിട്ടും കൊടുക്കുന്നുണ്ട് കേസിന്. ഇനി കരിയേഴ്സിന് കൊടുക്കുന്നത് 10 days കോഴ്സ് ഓഫ് ഓറൽ എറിത്രോമൈസിൻ ആണ് കരിയേഴ്സിനായിട്ട് കൊടുക്കുന്നത് ട്രീറ്റ്മെൻറ്റ്. മാറിപ്പോരുത്, കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ. ഇനി ഇമ്മ്യൂണൈസേഷനിലേക്ക് വരുമ്പോൾ ഇമ്മ്യൂണൈസേഷനിൽ നമ്മൾ DPT വാക്സിനാണ് കൊടുക്കുന്നത് അല്ലേ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിനാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഈ അസുഖങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. DPT വാക്സിനാണ്. ഇപ്പം DT കൊടുക്കുന്നുണ്ട്, ഡിഫ്തീരിയ ടെറ്റനസ് ടോക്സോയിഡും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കമ്പൈൻഡ് വാക്സിനാണ്. DPT എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് വാക്സിനാണ്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് കമ്പൈൻഡ് വാക്സിനാണ്. അതുപോലെ DTയും കമ്പൈൻഡ് വാക്സിനാണ്, ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്. ഇനി പെൻറ്റാവാലന്റ് കൊടുക്കുന്നുണ്ട്. പെൻറ്റാവാലന്റ് പറയുമ്പോൾ അത് 5 അസുഖങ്ങൾക്കുള്ളതാണ്: ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് HIV, ഹിബ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇമ്മ്യൂണൈസേഷൻ വരുന്നത് നമുക്ക് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പഠിക്കേണ്ടത്, അതിനകത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡിഫ്തീരിയയ്ക്ക് കൊടുക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ പെൻറ്റാവാലന്റ് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്, പെൻറ്റാ വാക്സിൻ തന്നെയാണ് കൊടുക്കുന്നത്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ്, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ഹിബിനായിട്ട് കൊടുക്കുന്നത്. ഇനി ഈ വാക്സിൻ്റെ DT വാക്സിനും തമ്മിലുള്ള അത് നോക്കാം. അതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണ്? സ്റ്റോറേജ് ഷുഡ് നോട്ട് ബി ഫ്രോസൺ, ഒരിക്കലും അത് ഫ്രോസൺ ചെയ്യരുത്. ദേ ഷുഡ് ബി സ്റ്റോർ ദി റെഫ്രിജറേറ്റർ ബിറ്റ്വീൻ 2 to 8 ഡിഗ്രി, 2 മുതൽ 8 ഡിഗ്രിയിലാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. DT അല്ലെങ്കിൽ DPT വാക്സിൻ സ്റ്റോർ ചെയ്യേണ്ടത് ബിറ്റ്വീൻ 2 to 8 ഡിഗ്രി. ഫ്രോസൺ ചെയ്യാൻ പാടില്ല. 2 മുതൽ 8 ഡിഗ്രിയിലാണ് ഈ വാക്സിനുകൾ സൂക്ഷിക്കേണ്ടത്, ILR സൂക്ഷിക്കേണ്ടത്. ഓക്കെ. ഈ DPT വാക്സിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ DPT വാക്സിൻ ക്യാൻ ബി സേഫ്ലി ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റഡ് ആസ് ഏർലി ആസ് 6 weeks ആഫ്റ്റർ ബർത്ത്. ജനിച്ചതിന് ശേഷം 6 ആഴ്ചക്കുള്ളിൽ തന്നെ DPT വാക്സിൻ കൊടുത്തിരിക്കണം. നോട്ട് റെക്കമെൻഡഡ് ആഫ്റ്റർ ദി ഏജ് ഓഫ് 6 years. 6 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഈ വാക്സിൻ കൊടുക്കില്ല. ഓക്കെ. ഇതിൻ്റെ ഡോസ് പറയുന്നത് നമ്പർ ഓഫ് ഡോസ് 3 ഡോസാണ്. DPT വാക്സിൻ്റെ 3 ഡോസാണ് കൊടുക്കുന്നത്, വിച്ച് ഈസ് യൂഷ്വലി 0.5 ml. 0.5 ml 3 ഡോസാണ് DPT വാക്സിൻ കൊടുക്കുന്നത്. ഷുഡ് ബി കൺസിഡേർഡ് ഒപ്റ്റിമൽ ഓർ പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പുകളിലൊക്കെ കൊടുക്കുന്ന വാക്സിനാണ് DPT വാക്സിനുകൾ. കൃത്യമായിട്ട് ജനിച്ച് 6 ആഴ്ചക്കകം ഫസ്റ്റ് ഡോസ് ഒരു ഡോസ് കൊടുത്തിരിക്കണം. 3 ഡോസുകളാണ് കൊടുക്കേണ്ടത്. 0.5 ml 3 ഡോസുകളാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സൈറ്റ് എവിടെയാണ് DPT വാക്സിൻ കൊടുക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇൻട്രാമസ്കുലർലി ആൻഡ് ആൻറ്റീരിയോ ഓഫ്
ടിഫ് തുടയിലാണ് DPT വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ, ഇൻട്രാമസ്കുലർലി ഇൻ ആൻറ്റീരിയോ ലാറ്ററൽ ആസ്പെക്ട്സ് ഓഫ് ടിഫ് തുടയിലാണ് DPT വാക്സിൻ കൊടുക്കുന്നത്. ഷിക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷിക്ക് ടെസ്റ്റ് ഡൺ ഇൻട്രാഡെർമലി ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ഷിക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഡിഫ്തീരിയയുടെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്ന പോയിന്റുകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഭാവിയിലും ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് വൂപ്പിംഗ് കഫ് ആണ്. പെർട്ടുസിസ് നമ്മൾ ഇപ്പോൾ DPTയുടെ വാക്സിനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഡിഫ്തീരിയ പെർട്ടുസിസ്. ഓക്കെ, അപ്പം വൂപ്പിംഗ് കഫിൽ എന്തൊക്കെയാണ്, പെർട്ടുസിസിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ എന്താണെന്ന് നോക്കാം. 100 days കഫാണ് അല്ലേ, അതിൻ്റെ മറ്റൊരു പേരാണ് 100 days കഫ്. എന്തൊക്കെ കുറേ പേര്, വില്ലൻ ചുമ, അതേപോലെ തന്നെ അത്തരത്തിലുള്ള പല പേരുകളിലും പല നാടുകളിലും അറിയപ്പെടുന്ന ഇതാണ് ചുമ. 100 days കഫ് എന്നാണ് നമ്മൾ ഇതിൻ്റെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. വൂപ്പിംഗ് കഫിലേക്ക് പെർട്ടുസിസിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ഓർഗാനിസമായിട്ട് ബി പെർട്ടുസിസ് ആണ് പോസിറ്റീവ് ഓർഗാനിസം. ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 7 to 14 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത്. ഇനി സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് വരുമ്പോൾ പെർട്ടുസിസ് ഇൻഫെക്റ്റഡ് ഓൺലി മനുഷ്യനിൽ മാത്രമാണ് പെർട്ടുസിസ് ഉണ്ടാവുള്ളൂ. ദി സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് എ കേസ് ഓഫ് പെർട്ടുസിസ്. ഒരു പെർട്ടുസിസിൽ കേസിൽ നിന്ന് തന്നെയാണ് വ്യത്യാസം സോഴ്സ് വരുന്നത്. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ദി ബാസിലി ഒക്കർ അബുഡൻ്റ്ലി ഇൻ ദി നാസോഫാരിംഗൽ ആൻഡ് ബ്രോങ്കിയൽ സെക്രീഷൻ. നാസോഫാരിംഗിലും അതേപോലെ തന്നെ ബ്രോങ്കിയൽ സെക്രീഷൻ എന്നാണ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവുന്നത്. ഇൻഫെക്റ്റീവ് പീരീഡിലേക്ക് വരുമ്പോൾ whooping cough is most infectious during coccygeal stage. The infective period may be considered to extend the week after exposure, 3 weeks after the onset of paroxysmal stage. Infective period ആണ് പറയുന്നത് 3 weeks after the onset of paroxysmal സ്റ്റേജിലേക്ക് വരുന്നത്. ഓക്കെ, പീരീഡ് ഓഫ് ഇൻഫെക്റ്റിവിറ്റി പറയുന്നത്. ഇനി സെക്കൻഡറി അറ്റാക്ക് റേറ്റിലേക്ക് വരുമ്പോൾ ഒരു ആവറേജ് 90% ഇൻ ദി അൺഇമ്മ്യൂണൈസ്ഡ് ഹൗസ് ഹോൾഡ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണൈസേഷൻ ചെയ്യാത്തവർക്കാണ് ഇതിൻ്റെ സെക്കൻഡറി അറ്റാക്കിന് സാധ്യത ഉള്ളത്. 90% അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇതിൻ്റെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് വരുന്നത്. ഏജ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഇൻഫാൻസ് ആൻഡ് പ്രീ സ്കൂൾ ചിൽഡ്രൻ, ചെറിയ കുട്ടികളിലേക്കും പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിലാണ് ഇതിൻ്റെ ആ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് വരുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ വൂപ്പിംഗ് കഫ് ഈസ് സ്പ്രെഡ് മെയിൻലി ബൈ ദി ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആൻഡ് ഡയറക്റ്റ് കോണ്ടാക്ട്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയും അതുപോലെ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയാണ് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ വരുന്നത്. ഓക്കെ, ഇനി കോംപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നത് ബ്രോങ്കൈറ്റിസ് വരുന്നുണ്ട്, ബ്രോങ്കോ ന്യൂമോണിയ വരുന്നുണ്ട്, ബ്രോങ്കിയോടൈറ്റിസ് വരുന്നുണ്ട്. ഇതാണ് കോംപ്ലിക്കേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന് വാക്സിൻ കൊടുക്കുന്നത് DPT, DTP, DTAP. ഇതാണ് ഒരു വാക്സിൻസിൻ്റെ പേര് പറയുന്നത്. ആൻറ്റീരിയർ ലാറ്ററൽ ടിഫ് 0.5 ml തുടയിലാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് തന്നെ പെൻ്റെ വാക്സിനാണ് ഇതിനെല്ലാം കൂടി കൊടുക്കുന്നത്. DPT, DTP, അതുപോലെ തന്നെ DTAP, IM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രാമസ്കുലറായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വാക്സിൻ്റെ പേരുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിൽ ഇപ്പോൾ ഇത് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ വൂപ്പിംഗ് കഫ് വരെ നമ്മൾ നോക്കി പോയിട്ടുണ്ട്. മീസിൽസ്, റുബെല്ല, മംസ്, ഇൻഫ്ലുവൻസ, ഡിഫ്തീരിയ, വൂപ്പിംഗ് കഫ്. ഇനി ഈ ഒരു പോർഷനിൽ ഇനി നമുക്ക് 4 അസുഖങ്ങൾ കൊണ്ടുണ്ട്. മെനിഞ്ചൈറ്റിസ് ഉണ്ട്, ARI ഉണ്ട്, സാർസ് ഉണ്ട്, കോവിഡ്. ട്യൂബർകുലോസിസിൻ്റെ ക്ലാസ് ഓൾറെഡി ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ എന്ന ഭാഗത്തേക്ക് വേണ്ടിയിട്ട് TBയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ ഓൾറെഡി ലോഡായിട്ടുണ്ട്. അപ്പം അതിൽ കൂടെ ചേർത്ത് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.